അങ്ങനെ 2024 FATFന്റെ ഒഫീഷ്യൽ ഇന്ത്യനെ കുറിച്ചുള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കണ്ട് ഇന്ത്യയിലെ ലെഫ്റ്റ് വിങ്ങിലുള്ള പാർട്ടികൾ, അതായത് കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒന്ന് ഷോക്കായിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ റൈറ്റ് വിങ് ആൾക്കാർക്കെല്ലാം വളരെയധികം സന്തോഷം വന്നു. അതുപോലെ തന്നെ ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതായത് ഇന്ത്യ ഏതെല്ലാം കാര്യത്തിലാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏതെല്ലാം കാര്യത്തിൽ പെർഫോം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ ഇവിടെയുള്ള കോൺഗ്രസ് തുടങ്ങിയ മറ്റു പാർട്ടികൾക്കെല്ലാം തന്നെ ഇത് എന്തുകൊണ്ടാണ് സങ്കടം തരുന്ന ഒരു റിപ്പോർട്ടായി മാറിയത് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ FATF എന്ന് പറഞ്ഞാൽ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് UPSC തുടങ്ങിയ പരീക്ഷകൾക്കെല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. അതായത് FATF എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് FATF എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റി പോലെയാണ്. ഇന്റർനാഷണൽ രീതിയിൽ പെർഫോം ചെയ്യുന്ന, അതായത് ഇന്റർനാഷണൽ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ചാൽ, അതായത് എല്ലാ രാജ്യങ്ങളെയും അനലൈസ് ചെയ്ത് അവിടെ ഫൈനാൻഷ്യൽ പ്രശ്നം എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ അവിടെ മണി ലോണ്ടറിങ് കേസസ് നടക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ടെററിസ്റ്റിന് ആ രാജ്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതായത് ഫണ്ട് കൊടുക്കുന്നുണ്ടോ ഉള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് പുറത്തുവിടുന്ന ഒരു ഏജൻസിയാണ് FATF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏജൻസി അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷനിൽ മൊത്തം 39 മെമ്പേഴ്സ് ആണ് ഉള്ളത്. 39 മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇന്ത്യ, ചൈന, USA, UK, ഫ്രാൻസ്, റഷ്യ, അതുപോലെ തന്നെ സൗദി അറേബ്യ, ബ്രസീൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ ഇതിൽ ഒരു മെമ്പറാണ്. അപ്പോൾ അത്രമാത്രം വലിയൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് FATF എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ, അതായത് ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇവർക്ക് തന്നെ ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്ന ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ FATF അനലൈസ് ചെയ്ത് ഗ്രേ ലിസ്റ്റിലൊക്കെ ഒരു രാജ്യം പെട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ അവർക്ക് പുറമേന്ന്, ഇത് IMF അങ്ങനെയുള്ള ഏജൻസി എന്നെല്ലാം തന്നെ ഫണ്ട് കിട്ടാനോ ലോൺ കിട്ടാനോ വളരെയധികം കഷ്ടമാണ്. അതുപോലെ തന്നെ അവിടെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവനും മര്യാദയ്ക്ക് എത്തില്ല എന്നുള്ളതാണ് സത്യം. ബ്ലാക്ക് ലിസ്റ്റിലെല്ലാം പെട്ടുകഴിഞ്ഞാൽ പെരും പ്രശ്നമാണ്. അതായത് ഈവൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് പോലും അവർക്ക്, അതായത് ഫണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ FATFന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഏജൻസിയിൽ 2014 ശേഷം, അതായത് ഇതേ ഇന്ത്യൻ ഗവൺമെന്റ് ആണോ പാകിസ്ഥാൻ ടെററിസ്റ്റിനും അതുപോലെ തന്നെ മറ്റു കാര്യത്തിനെല്ലാം ഫണ്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കൃത്യമായ എവിഡൻസ് എല്ലാം കൊടുത്ത് ഏകദേശം 4 വർഷത്തോളം നമ്മൾ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അതായത് പാകിസ്ഥാന്റെ എക്കണോമിക് ക്രൈസിസ് തുടങ്ങിയതും ഇതേ കാലഘട്ടങ്ങൾ തന്നെയാണ്. അതായത് പുറമേന്ന് ഫണ്ടുകൾ വരുന്നില്ല, ഇൻവെസ്റ്റ്മെന്റുകൾ വരുന്നില്ല, അതുകൊണ്ട് ടെററിസവും കൂടി. അപ്പോൾ ഇങ്ങനെ ഒരു രാജ്യത്തിനെ ചെക്ക് വെക്കാനും പറ്റിയ അത്ര വലിയൊരു ഏജൻസിയാണ് FATF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏജൻസി, അതായത് അവരുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇറാനെയും അതുപോലെ തന്നെ നോർത്ത് കൊറിയനെയും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ, മ്യാൻമാർ, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളെയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഏജൻസിയാണ് ഇപ്പോൾ ഇന്ത്യനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ച്, അതുപോലെ തന്നെ ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നൊക്കെ പഠിച്ചുകൊണ്ട് അവരൊരു റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പോൾ ഏകദേശം 380 പേജുകളുള്ള ഒരു വലിയൊരു PDF തന്നെയാണ്. അതിൽ ഒരു കീ ഹൈലൈറ്റ് ആയിട്ട് അവർ തന്നെ ഒരു 10 പേജസ് ആയി ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന, അതായത് ഇന്ത്യക്ക് പ്രശ്നമായി നിൽക്കുന്നത് ഒരു 6 കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 6 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒന്ന് ISIS, ISL, അതുപോലെ തന്നെ അൽഖ്വയ്ദ എന്ന് പറയുന്ന ഈ തീവ്രവാദി സംഘടനയെല്ലാം തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിൽ ISISന്റെ എല്ലാം തന്നെ പ്രവർത്തനം കൂടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് താഴെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ISIS, അൽഖ്വയ്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് അതിൽ നിരീക്ഷണം കൂടും. അതുപോലെ തന്നെ ലോകത്തുള്ള എല്ലാ ഏജൻസിയും അവിടെ നിരീക്ഷണം കൂടുന്നുണ്ട് തന്നെ ഇപ്പോൾ ഇവരൊരു പുതിയ മാർഗമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ജമ്മു കാശ്മീർ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള മറ്റ് സ്ഥലത്തെല്ലാം തന്നെ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഗ്രൂപ്പുകളെ, ഇവര് മിലിറ്റന്റ് ഗ്രൂപ്പുകളെ ഫോം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ പുതിയ ഗ്രൂപ്പ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ജമ്മു ടൈഗേഴ്സ്, അതുപോലെ തന്നെ കാശ്മീർ ടൈഗേഴ്സ്, ഇങ്ങനെ പല ഗ്രൂപ്പ്സുകളും ഇപ്പോൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ജമ്മു കാശ്മീരിനും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും വലിയ പ്രശ്നമായി തീരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഇന്ത്യ സീരിയസ് ആയി എടുത്ത് ഇതിനെ എങ്ങനെയും കൗണ്ടർ പാർട്ട് ചെയ്യണം എന്നാണ് അവർ ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാന കാര്യം പറഞ്ഞിരിക്കുന്നത്, അതായത് ഇന്ത്യയിൽ റേഡിക്കലിസം കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ യങ് ജനറേഷൻ, ഒരു മതത്തിലുള്ള ആൾക്കാരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്ത് അവരുടെ തലയിൽ മതഭ്രാന്തി പിടിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുക, അതായത് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ സൃഷ്ടിക്കുന്ന രീതി റേഡിക്കൽ ഐഡിയോളജി ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്കും കണ്ടറിയാവുന്നുള്ളൂ. അതായത് ന്യൂസ് എല്ലാം വായിക്കുന്നവർ ശ്രദ്ധിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റെയിൽവേ ട്രാക്കിലെല്ലാം തന്നെ ഇപ്പോൾ, അതായത് ട്രെയിനിലെല്ലാം തന്നെ എങ്ങനെയും
ഡീറെയിൽ ചെയ്യാനെല്ലാം തന്നെ അവരുടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റി എല്ലാം തന്നെ ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് പുറമേ നിന്ന് വരുന്ന പല ഫണ്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള യങ് ജനറേഷന്റെ മൈൻഡുകൾ മാറ്റിക്കൊണ്ട് അവരിങ്ങനത്തെ പ്രവർത്തനം ഇന്ത്യയിൽ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് അതായത് ഇൻസർജൻസി, അതായത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ബോർഡറുകളും അവിടെയുള്ള ബോർഡറുകളെല്ലാം തന്നെ ഉള്ള സംസ്ഥാനങ്ങളിൽ അതായത് കൂടുതലായിട്ടും ചെറിയ ഉള്ള ആക്റ്റീവ് മിലിറ്റൻസ് ഗ്രൂപ്പിനെല്ലാം തന്നെ പുറമേ നിന്ന് ഫണ്ട് കിട്ടുകയും അതുപോലെ തന്നെ വെപ്പൺസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യാൻ മറ്റു രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവര് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്ന ഒരു ഇന്ത്യൻ ഏജൻസി അല്ല കേട്ടോ, ഇന്റർനാഷണൽ ഏജൻസി തന്നെയാണ് അത് കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ കണ്ടതാണ്. അതായത് ഇപ്പൊ കുക്കി മേത്തി എന്ന് പറയുന്ന അതായത് മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നം എന്ന് എല്ലാവരും ഇവിടെ അലറി വിളിച്ചു. പക്ഷെ ഇപ്പോഴാണ് അവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ആൾക്കാർ മനസ്സിലാവുന്നത്. അത് പുറമേ നിന്ന് ഫണ്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു. കാരണം അതായത് ഒരു രാജ്യത്തിന്റെ അടുത്ത് ആർമി ആൾക്കാർ ഉപയോഗിക്കുന്ന വെപ്പൺസ് ആണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മിസൈൽസ് എല്ലാം തന്നെയാണ് ഇപ്പോൾ കുക്കി മേത്തി അവരെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടും അത് പുറം രാജ്യത്തിന്റെ ഇൻവോൾവ്മെന്റുകൾ അതായത് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. അതായത് ഇന്ത്യയിലെ ലെഫ്റ്റ് വിങ് പാർട്ടികൾ അതായത് ഈ കോൺഗ്രസ് അങ്ങനെയുള്ള അലയൻസിലുള്ള പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റിനെതിരെയും അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെയും എങ്ങനെയും ഈ ഒരു പാർട്ടി താഴെ കൊണ്ടുവരാൻ അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് ബംഗ്ലാദേശിനും സംഭവിച്ചത്. അതായത് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഷെയ്ഖ് ഹസീനനെ എടുത്തു കളഞ്ഞ് പുതിയൊരു പാർട്ടി കൊണ്ടുവന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇന്ത്യയിലും ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് ആക്റ്റീവായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫോഴ്സും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് അവർ കൈയെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഇവിടെയുള്ള ചെറിയ പ്രശ്നം പോലും അത് വലിയൊരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ട് ഇവിടെ ഓരോ പ്രശ്നങ്ങൾ പുതിയതായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലെഫ്റ്റ് വിങ്ങിലുള്ള പാർട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞത് BJPനെ സപ്പോർട്ട് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മറ്റാരുമല്ല, അതായത് ഇന്റർനാഷണൽ ഏജൻസി. പണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇതേ FATF എന്ന് പറഞ്ഞ് ഇവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏജൻസിയാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ചും ലെഫ്റ്റ് വിങ്ങിന്റെ പ്രവർത്തനം ഇന്ത്യയിൽ കൂടിക്കൊണ്ടുവരികയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസി തന്നെ കൂടുതലായിട്ടും അവേക്ക് ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തതാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സീ റൂട്ടിലൂടെ അതായത് പ്രത്യേകിച്ചും സദേൺ സ്റ്റേറ്റ് അതായത് സദേൺ പാർട്ട് ഓഫ് ഇന്ത്യന്റെ ആ ഒരു സ്റ്റേറ്റിലെല്ലാം തന്നെ കൂടുതലായിട്ടും ഡ്രഗ്സ് തുടങ്ങിയ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ടും സ്പ്രെഡായി വരുന്നു. അതായത് കൂടുതലും തുറമുഖമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെയാണ് ഈ ഡ്രഗ്സ് കൂടി വരുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും അതായത് വിദേശ രാജ്യത്തു നിന്നെല്ലാം തന്നെ ഈ ഡ്രഗ്സ് വരുന്നതും ഇന്ത്യ കൃത്യമായിട്ട് ഒന്ന് മെഷർ ചെയ്ത് അത് കൺട്രോൾ ചെയ്യണം എന്നാണ് അവർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇന്ത്യ ഏതൊക്കെ കാര്യങ്ങൾ നല്ലോണം ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അന്ന് വന്നിട്ട് അതായത് കൗണ്ടർ ഫൈനാൻസിങ് അബൌട്ട് ടെററിസം, അതായത് ഈ ടെററിസത്തിന് വേണ്ടി ഫണ്ട് കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് ഫണ്ട് വരുന്നതെല്ലാം ബ്ലോക്ക് ചെയ്യുന്നതിൽ ഇന്ത്യ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഇവിടെയുള്ള തീവ്രവാദി സംഘടനയും അതായത് കഴിഞ്ഞ 10 വർഷത്തിൽ ഈ തീവ്രവാദി സംഘടനയുടെ എല്ലാം തന്നെ ഫണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് AML അതായത് ആന്റി മണി ലോണ്ടറിങ് കേസസ്, അതായത് ഈ മണി ലോണ്ടറിങ് കേസസ് എല്ലാം തന്നെ EDയും അതുപോലെ തന്നെ NIAയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഏജൻസി എല്ലാം തന്നെ നല്ല രീതിയിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 10 വർഷം അതായത് പല MPസിനെ MLA തന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വിമർശിച്ചിരുന്നു. ഇപ്പോൾ ഇതൊരു പ്രതിപക്ഷ പാർട്ടിയോ അല്ലെങ്കിൽ ഭരണപക്ഷ പാർട്ടിയോ അല്ല പറഞ്ഞിരിക്കുന്നത്, പുറത്തുനിന്നുള്ള ഒരു ഏജൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യൻ ഗവൺമെന്റും ഈ ഏജൻസി എല്ലാം തന്നെ കൃത്യമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് പല മണി ലോണ്ടറിങ്ങും ഇന്ത്യയിൽ തടയാൻ പറ്റി എന്നാണ് ഇവര് ഇതിലൊരു പോസിറ്റീവ് കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞതിൽ അതായത് RBI തുടങ്ങിയ ഓർഗനൈസേഷൻ നല്ല ട്രാൻസ്പെറന്റ് ആയി വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ മണി എല്ലാം തന്നെ ഓൺലൈൻ രീതി അതായത് ഡിജിറ്റൽ പരമായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അതായത് നല്ല രീതിയിലുള്ള ട്രാൻസ്പെറൻസി ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ ഓൺലൈൻ രീതിയിലുള്ള ട്രാൻസ്ഫർ എല്ലാം തന്നെ ഇന്ത്യയിൽ നല്ല രീതിയിൽ മെച്ചം വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ പ്രധാനമായിട്ടും ലെഫ്റ്റ് വിങ്ങിലുള്ള ആൾക്കാരെല്ലാം തന്നെ വളരെയധികം സങ്കടമായിരുന്നു. കാരണം അതായത് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ ഏജൻസിയാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തുവിട്ടത്. അപ്പോൾ ഇതിനെ നമ്മുടെ മലയാള മീഡിയസ് ഒന്നും തന്നെ ഒരിക്കലും കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എടുത്ത് സംസാരിച്ചത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായി തോന്നി അല്ലെങ്കിൽ ഇതിന്റെ എവിഡൻസ് വേണം എന്നുള്ളവരെ താഴെ കമന്റിൽ രേഖപ്പെടുത്തിയാൽ മതി. നമ്മൾ അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ലിങ്ക് തരുന്നതായിരിക്കും. See you next video.